രാജ്യത്തെ മുഖ്യ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയാണ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻ അഥവാ JEE മെയിൻ. 2024-25 അധ്യയന വർഷത്തിൽ ഈ പരീക്ഷ 2 സെഷൻസിലായി നടത്തുകയാണ്. ഒന്ന് ജനുവരിയിൽ പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത പരീക്ഷ ഏപ്രിലിൽ നടക്കാൻ പോവുകയാണ്. ഈ പ്രവേശന പരീക്ഷ വഴി പ്രവേശനം നൽകുന്ന പ്രമുഖ സ്ഥാപനങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജി അഥവാ NITകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ IIIT, കേന്ദ്ര സഹായത്താൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക സ്ഥാപനങ്ങൾ CFTI എന്ന ചുരുക്കപ്പേരിൽ അത് അറിയപ്പെടുന്നു. അതുകൂടാതെ ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്ന സംസ്ഥാന സർക്കാർ ഫണ്ടിംഗ് അംഗീകാരം ഉള്ള സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ. ഈ സ്ഥാപനങ്ങളിലേക്കാണ് ഈ പരീക്ഷ വഴി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നത്. ഈ സ്ഥാപനങ്ങളിലെ വിവിധ ബിരുദതല എഞ്ചിനീയറിംഗ്, സയൻസ്, ആർക്കിടെക്ചർ, പ്ലാനിംഗ് പ്രോഗ്രാമുകളിലെ പ്രവേശനമാണ് മുഖ്യമായും ഈ പരീക്ഷയുടെ പരിധിയിൽ വരുന്നത്. കേരളത്തിൽ ഈ പരീക്ഷ വഴി എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ കോഴ്സുകളിലെ പ്രവേശനം നൽകുന്ന 2 സ്ഥാപനങ്ങളാണ് ഉള്ളത്. കോഴിക്കോട് NITയും കോട്ടയം IIITയും. ഈ 2 സ്ഥാപനങ്ങളിലെ ബിരുദതല എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലെയും ആർക്കിടെക്ചർ പ്രോഗ്രാമിലെയും പ്രവേശനം ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻ അടിസ്ഥാനമാക്കിയാണ്. 2 തവണ ഈ പരീക്ഷ നടത്തുന്നു എന്ന് പറഞ്ഞു. ഒരു അപേക്ഷാർത്ഥിക്ക് ഈ 2 സെഷനുകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മതിയെങ്കിൽ ഒന്ന് മാത്രം അപേക്ഷിച്ചാൽ മതി. 2ലും പങ്കെടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ 2 സെഷനിലും അഭിമുഖീകരിക്കാൻ വിദ്യാർത്ഥിക്ക് അവസരം ലഭിക്കുന്നതാണ്. വിവിധ സെഷനുകളിൽ പരീക്ഷ നടത്തുന്നതിനാൽ പരീക്ഷയിൽ ലഭിക്കുന്ന യഥാർത്ഥ സ്കോർ പരിഗണിക്കുന്നതിന് പകരം ആപേക്ഷികമായ സ്ഥാനം കണ്ടെത്തുന്ന പെർസെൻറ്റൈൽ രീതിയിലാണ് പരീക്ഷാ സ്കോർ നിർണ്ണയിക്കപ്പെടുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് അനുവദിക്കപ്പെടുന്നതും. 2 പരീക്ഷകളും അഭിമുഖീകരിക്കുന്നവരുടെ കാര്യത്തിൽ ഭേദപ്പെട്ട NTA സ്കോർ പരിഗണിച്ചും, ഒരു പരീക്ഷ മാത്രം അഭിമുഖീകരിക്കുന്നവരുടെ കാര്യത്തിൽ ആ പരീക്ഷയിലെ NTA സ്കോർ പരിഗണിച്ചും അന്തിമ റാങ്ക് അനുവദിക്കുന്നതാണ്. JEE മെയിൻ പരീക്ഷയുടെ ഘടന ഒന്ന് പരിശോധിക്കാം. JEE മെയിൻ പരീക്ഷയ്ക്ക് 3 മണിക്കൂർ ദൈർഘ്യമുള്ള 2 പേപ്പറുകൾ ഉണ്ടാകും. പേപ്പർ 1 BE BTech പ്രവേശനത്തിനാണ്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ നിന്നും 30 വീതം ചോദ്യങ്ങൾ ഉണ്ടാകും. ഓരോ വിഷയത്തിൽ നിന്നും നിർബന്ധമായും ഉത്തരം നൽകേണ്ട 20 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും, ഇതിനെ സെക്ഷൻ A എന്ന് വിളിക്കും, ഏതെങ്കിലും 5 എണ്ണത്തിന് മാത്രം ഉത്തരം നൽകേണ്ട 10 ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ചോദ്യങ്ങളും, ഇത് സെക്ഷൻ B ആയിരിക്കും, ഉണ്ടാകും. ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷ പേപ്പർ 2A ആണ്. ബാച്ചലർ ഓഫ് പ്ലാനിംഗ് പ്രവേശന പരീക്ഷ പേപ്പർ 2B ആണ്. ഇതിൽ ഓരോന്നിനും 3 ഭാഗങ്ങൾ ഉണ്ടാകും. മാത്തമാറ്റിക്സ് എന്ന ഭാഗം 1ഉം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന ഭാഗം 2ഉം 2 പരീക്ഷകൾക്കും ഉണ്ടാകും. ഇതിൽ മാത്തമാറ്റിക്സ് ഭാഗത്ത് 20 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും 10 ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ചോദ്യങ്ങളും ഉണ്ടാകും. എല്ലാ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകണം. ന്യൂമറിക്കൽ ടൈപ്പിൽ 5 എണ്ണത്തിന് ഉത്തരം നൽകണം. പാർട്ട് 2ൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണത്. 50 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടാകും. എല്ലാത്തിനും ഉത്തരം നൽകണം. 3ാം ഭാഗം പേപ്പർ 2Aയിൽ ഡ്രോയിങ് ടെസ്റ്റും പേപ്പർ 2Bയിൽ പ്ലാനിംഗ് അധിഷ്ഠിതമായ 25 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും ആയിരിക്കും. പേപ്പർ 2Aയിലെ ഡ്രോയിങ് ടെസ്റ്റ് ഒഴികെയുള്ള പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തുന്നതാണ്. ഡ്രോയിങ് ടെസ്റ്റ് ഓഫ്ലൈൻ രീതിയിൽ നടത്തും. അതിന് 50 മാർക്ക് വീതമുള്ള 2 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. പരീക്ഷയുടെ സിലബസ് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റിലും ഇത് ലഭ്യമാക്കുന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരത്തിന് 4 മാർക്ക് ലഭിക്കും. മൾട്ടിപ്പിൾ ചോയ്സിലും ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിലും ഉത്തരം തെറ്റിയാൽ 1 മാർക്ക് വീതം നഷ്ടപ്പെടും. കേരളത്തിൽ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ട്. അപേക്ഷിക്കുമ്പോൾ മുൻഗണന നിശ്ചയിച്ച് 4 കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കണം. സ്ഥിരം വിലാസം അല്ലെങ്കിൽ നിലവിലെ വിലാസം അടിസ്ഥാനമാക്കിയാകണം പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്.
ചോദ്യപേപ്പറുകൾ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലും മലയാളം ഉൾപ്പെടെ 11 പ്രാദേശിക ഭാഷകളിലും ലഭിക്കുന്നതാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള ചോദ്യങ്ങൾ കേരളത്തിലെയും ലക്ഷദ്വീപിലെയും പരീക്ഷാ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്നതാണ്. ഏത് ഭാഷയിലെ ചോദ്യങ്ങളാണ് വേണ്ടതെന്ന് അപേക്ഷിക്കുന്ന വേളയിൽ വിദ്യാർത്ഥി രേഖപ്പെടുത്തണം. NIT, IIIT, CFTI എന്നീ സ്ഥാപനങ്ങളിലെ BE BTech പ്രവേശനത്തിന് പേപ്പർ 1 റാങ്ക് ആണ് പരിഗണിക്കുന്നത്. ഇവിടെയുള്ള സയൻസ് കോഴ്സുകളിലെ പ്രവേശനത്തിനും പേപ്പർ 1 റാങ്കാണ് പരിഗണിക്കുന്നത്. ആർക്കിടെക്ചർ, പ്ലാനിംഗ് ബിരുദ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് പേപ്പർ 2A, പേപ്പർ 2B റാങ്കാണ് പരിഗണിക്കുന്നത്. JEE മെയിൻ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കേണ്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT അവിടെയുള്ള എഞ്ചിനീയറിംഗ്, സയൻസ്, ആർക്കിടെക്ചർ ബിരുദ പ്രോഗ്രാമുകളുടെ പ്രവേശന പരീക്ഷയായ JEE അഡ്വാൻസ്ഡ് അഭിമുഖീകരിക്കാൻ അർഹത നേടുന്നവരെ കണ്ടെത്തുന്ന ഒരു പരീക്ഷ കൂടിയാണ് JEE മെയിൻ പേപ്പർ 1. ഈ പേപ്പർ 1 പരീക്ഷയിൽ മുന്നിലെത്തുന്ന 2,50,000 പേർക്ക് മാത്രമേ JEE അഡ്വാൻസ്ഡിന് രജിസ്റ്റർ ചെയ്ത് JEE അഡ്വാൻസ്ഡ് അഭിമുഖീകരിക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ IIT പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും JEE മെയിൻ പരീക്ഷയുടെ പേപ്പർ 1, അതായത് BE BTech പ്രവേശനത്തിനുള്ള പരീക്ഷ അഭിമുഖീകരിച്ച് വിവിധ വിഭാഗങ്ങളിലായി മുന്നിലെത്തുന്ന 2,50,000 പേരിൽ ഒരാളാകുവാൻ ശ്രമിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. JEE മെയിൻ പ്രവേശന യോഗ്യത പരിശോധിക്കാം. JEE മെയിൻ അപേക്ഷിക്കുവാൻ പ്രായപരിധിയില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സ്ഥാപനം പ്രായപരിധി നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി തൃപ്തിപ്പെടുത്തേണ്ടി വരും. +2 തത്തുല്യ യോഗ്യതയാണ് അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. 2024 പരീക്ഷയ്ക്ക് 2022-23 വർഷങ്ങളിൽ യോഗ്യതാ പരീക്ഷ ജയിച്ചവർക്കും 2024 ആ പരീക്ഷ അഭിമുഖീകരിക്കുന്നവർക്കും അപേക്ഷിക്കുവാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പരീക്ഷകളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ അംഗീകൃത പരീക്ഷകളുടെ ലിസ്റ്റൊക്കെ തന്നെ ഇൻഫർമേഷൻ ബ്രോഷറിൽ നൽകിയത് വിദ്യാർത്ഥി പരിശോധിക്കേണ്ടതാണ്. യോഗ്യതാ കോഴ്സിൽ വിദ്യാർത്ഥി 5 വിഷയങ്ങൾ പഠിച്ചിരിക്കണം. കോഴ്സിനനുസരിച്ച് വിഷയങ്ങളിൽ മാറ്റം ഉണ്ടാകും. എഞ്ചിനീയറിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവ നിർബന്ധമായും പഠിച്ചിരിക്കണം. 3ാമത്തെ സയൻസ് വിഷയം കെമിസ്ട്രി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ വൊക്കേഷണൽ വിഷയം ആകാവുന്നതാണ്. BArcന് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ നിർബന്ധമായും പഠിച്ചിരിക്കണം. ബാച്ചലർ ഓഫ് പ്ലാനിംഗ് പ്രവേശനത്തിന് മാത്തമാറ്റിക്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ചിരിക്കേണ്ട മാർക്ക് സംബന്ധിച്ചുള്ള വ്യവസ്ഥ പ്രവേശന സമയത്ത് വിദ്യാർത്ഥി തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. ആ സമയത്ത് ഈ വ്യവസ്ഥ അതിൻ്റെ അഡ്മിഷൻ സമിതി പ്രഖ്യാപിക്കുന്നതാണ്. അത് പരിശോധിച്ച് വിദ്യാർത്ഥി അത് ഉറപ്പാക്കേണ്ടതാണ്. JEE മെയിൻ റാങ്ക് അല്ലെങ്കിൽ സ്കോർ പരിഗണിക്കുന്ന മറ്റ് ചില പ്രവേശനങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, പൂന, അവിടെ BE കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക് എഞ്ചിനീയറിംഗ് എന്നിവയിലെ പ്രവേശനം JEE മെയിൻ പേപ്പർ 1 റാങ്ക് പരിഗണിച്ചാണ്. ആർമിയിൽ സേവനം അനുഷ്ഠിക്കുന്നവരുടെ അല്ലെങ്കിൽ ആർമിയിൽ നിന്നും വിരമിച്ചവരുടെ വാർഡുകൾക്കാണ് ഇവിടെ പ്രവേശനം ലഭിക്കുന്നത്. ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, ന്യൂഡൽഹി, ജോയിൻറ്റ് അഡ്മിഷൻ കമ്മിറ്റി ഡൽഹി വഴിയുള്ള നേതാജി സുഭാഷ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി ഡൽഹി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഫോർ വിമൻ, ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഡൽഹി സ്കിൽ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് യൂണിവേഴ്സിറ്റി എന്നിവയിലെ BTech പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് JEE മെയിൻ സ്കോർ പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യൻ നേവിയിലെ 10+2 BTech കേഡറ്റ് എൻട്രി സ്കീം പെർമനൻറ്റ് കമ്മീഷൻ പ്രവേശനത്തിന് JEE മെയിൻ റാങ്ക് പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യൻ ആർമിയിലെ 10+2 ടെക്നിക്കൽ എൻട്രി സ്കീം കോഴ്സ് പ്രവേശനത്തിന് JEE മെയിൻ പേപ്പർ 1 റാങ്ക് പരിഗണിക്കുന്നുണ്ട്. ഗതി ശക്തി വിശ്വവിദ്യാലയ, വഡോദര, റെയിൽവേയുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. അവിടെ വിവിധ BTech പ്രോഗ്രാമുകൾക്ക് JEE മെയിൻ റാങ്കാണ് പരിഗണിക്കുന്നത്. നാഷണൽ ഫയർ സർവീസ് കോളേജ്, നാഗ്പൂർ, അവിടെ BE ഫയർ എഞ്ചിനീയറിംഗിന് JEE മെയിൻ റാങ്ക് പരിഗണിച്ച് പ്രവേശനം നൽകിയിട്ടുണ്ട്. CEPT യൂണിവേഴ്സിറ്റി, അഹമ്മദാബാദ്, സിവിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്ക് JEE മെയിൻ റാങ്ക് പരിഗണിച്ചാണ് അഡ്മിഷൻസ് നൽകി വരുന്നത്.